ഹായ് ഫ്രണ്ട്സ്, സസ്വ ഫുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഇതാണ് ചെയ്യുന്നത്. അതായത് കക്കയിറച്ചി റോസ്റ്റും ചീനി, മരച്ചീനി, കപ്പയെന്ന് പലയിടത്തും പറയും, മരച്ചീനി ആണ്. കക്കയിറച്ചി നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയതാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വേസ്റ്റ് ഇത്രയും ഉണ്ട്. അന്നേരം നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് ഈ കക്കയിറച്ചി എടുത്ത് ഈ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് കഴുക്ക് വരും. അതെടുത്ത് ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ റോസ്റ്റിനായാലും എന്തിനായാലും എടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വയറിനുമ്പലം വരും, വയറുവേദന വരും. അതുകൊണ്ട് അങ്ങനെ ഇതാക്കണം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വയ്ക്കുക. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പാത്രം വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കടുകിടുക. ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അന്നേരം നമ്മൾ ആദ്യമേ വെളുത്തുള്ളിയുടെ ഇത് കുറച്ച് ഉള്ളിയെ ചേർക്കും, ഓവറായിട്ട് ഉള്ളി ചേർക്കത്തില്ല. തീ കുറച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിത് അരിയല്ല ചെയ്തത്, നമ്മൾ ഇടികല്ലി വെച്ച് ഇടിച്ചെടുത്തത്. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ലാസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ കക്കയിറച്ചി, കൊഞ്ച്, കണവ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ഇച്ചിരി തോനെ ചേർക്കണം. അപ്പോഴത്തേക്ക് ഗ്യാസ് അങ്ങനെ ഒരു വിഷയം വരത്തില്ല. അത് കണക്ക് തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അല്ല അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയറിന് പ്രശ്നം വരും. അപ്പം ഇനിയിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു മണവും അതീതും ഒക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ പതുക്കെ നമ്മളെ കക്കയിറച്ചി ഇട്ട് കൊടുക്കണം. കക്കയിറച്ചിയിട്ടൊക്കെ നല്ലതുപോലെ ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇങ്ങോട്ടങ്ങ് ആക്കിയിട്ട് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇടണം. എന്നിട്ട് അതൊന്ന് പച്ചമണമൊന്ന് മാറും.
ഇത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 3 എണ്ണം ഇടണം. പിന്നെ അത് കഴിഞ്ഞ് ഇത് പെരിഞ്ജീരക പൗഡറാണ്, അത് 1/4 ഇടുക. അത് കഴിഞ്ഞ് ഇത് ഗരം മസാലയും പെരിഞ്ജീരകവും എല്ലാം കൂടി പൊടിച്ചത്, അതൊരു 1/2 ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. തീ എന്നിട്ട് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല മിക്സ്. പക്ഷേ ഇതിൽ നമ്മൾ ഇതുവരെയും ഉപ്പിട്ടിട്ടില്ല. നമ്മൾ ഉപ്പും കൂടി ഇപ്പോൾ അങ്ങിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. വെച്ചെന്ന് പറയാൻ എന്നിട്ട് നമ്മൾ ശകലം ഒഴിച്ചാൽ മതി. ആ അരപ്പൊന്ന് വേവാനുള്ള വെള്ളം ഒഴിച്ച് തീ ഒന്ന് കൂട്ടി വെച്ച് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവാൻ വയ്ക്കുക. എന്നിട്ട് അടപ്പെടുത്ത് അടച്ചിട്ട് നമ്മൾ ചെറിയ തീയിലാക്കി വയ്ക്കുക. ഇങ്ങനെ നമ്മൾ കക്കയിറച്ചി ടോസ്റ്റ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ കപ്പ വേവിക്കുന്ന കാണിച്ചില്ല, പക്ഷെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കപ്പ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ച് അത് ഉടച്ച് ഈ കപ്പയും കക്ക റോസ്റ്റുമായിട്ടുള്ളത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുറച്ച് കപ്പയും എടുത്ത് കുറച്ച് കക്ക റോസ്റ്റും കൂടി എടുത്തൊന്ന് നല്ല ചൂടാണ്, മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഉള്ളി ഒരുപാട് ചേർക്കാതിരുന്നാൽ മതി. നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ പറയുന്നതും കാണുന്നതും കണക്കല്ല, ടേസ്റ്റ് അടിപൊളിയാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.